Hi students, welcome to Bosco Campus Station. This is Asha SP from PG Department of Commerce. In the last class, we have discussed about an introduction regarding accounting standard relating to tax, that is accounting standard 22. But in the detailed version, accounting standard for taxes on income, which is known as deferred tax. That means accounting standard 22 it is known as deferred tax as per Institute of Chartered Accountants of India. So deferred tax means is the tax effect of timing difference. Is the tax effect of timing difference. Appo idu nammal nokkiyal namukku oru കാര്യങ്ങളും മനസ്സിലാകത്തില്ല. ഈ ടൈമിംഗ് ഡിഫറൻസ് എന്താണ് നമുക്ക് അറിയണമെങ്കിൽ we just look into two important things, accounting income or taxable income. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? Of course there is a difference between accounting income or taxable income. So just look into the difference. Accounting income means the net profit or loss for a period. രണ്ട് കാണിക്കുന്നത് net profit അല്ലെങ്കിൽ net loss ആണെങ്കിൽ പോലും ഇവിടെ ബിഫോർ ഡിഡക്റ്റിംഗ് ഇൻകം ടാക്സ് എക്സ്പെൻസ് ഇവിടെ നമ്മൾ ഏത് ഐറ്റം എടുക്കില്ല, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ ഡിഡക്ഷൻ എടുക്കാതെ അതിന് മുമ്പ് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസിനെയാണ് അക്കൗണ്ടിങ് ഇൻകം എന്ന് വിളിക്കുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇതിൽ ടാക്സിന്റെ എഫക്റ്റ് വരുന്നില്ല. നമ്മൾ ടാക്സ് അടച്ചാലും ഇല്ലെങ്കിൽ പോലും അതിന്റെ എഫക്റ്റ് എവിടെ വരുന്നില്ല? അക്കൗണ്ടിങ് ഇൻകം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ലോസിൽ വരുന്നില്ല. ഇനി ജസ്റ്റ് ലുക്ക് ഇൻടു വാട്ട് ഈസ് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ലോസ്. Is the amount of income അല്ലെങ്കിൽ loss for a period in accordance with tax laws. നമ്മൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ profit and income from business അല്ലെങ്കിൽ profit and gains from business or professional നമുക്ക് തന്നിരിക്കുന്നത് ഇൻകം ടാക്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഇൻകം ടാക്സ് ലോസ് അനുസരിച്ചുള്ള ബിസിനസ് ഇൻകം ആണ് കണ്ടുപിടിക്കുന്നത്. അതിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഇൻകംസ് നമ്മൾ ആഡ് ചെയ്യും, റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസ് നമ്മൾ അല്ലെങ്കിൽ റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യും, റിലേറ്റഡ് അല്ലാത്ത ഇൻകം നമ്മൾ ലെസ് ചെയ്യും. അത് ടാക്സ് ലോസ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന അക്കൗണ്ടിങ് ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ആണ് നമ്മൾ അവിടെ കിട്ടുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കുന്ന ആൻസർ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് അക്കൗണ്ടിങ് ഇൻകം, നമ്മൾ ചെയ്യുന്ന ആൻസർ ആണ് ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം. ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. അപ്പൊ ഇവിടെ ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ജസ്റ്റ് ലുക്ക് ഇൻടു വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെഫേർഡ് ടാക്സ്. ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 22 മെയിൻ ആയിട്ട് പറയുന്ന ഒരു പോർഷൻ ആണ് ടൈമിംഗ് ഡിഫറൻസ്. Timing difference is those items of expense or income which creates a difference between the accounting income or taxable income. ചില ഐറ്റംസ് എടുക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്, ആ ഒരു വർഷം ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിംഗ് ഇൻകം ഓർ ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ് is the difference between, or we can simply say that it is the difference between accounting income and taxable income. ഇത് തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൈമിംഗ് ഡിഫറൻസ്. ആൻഡ് ടൈമിംഗ് ഡിഫറൻസിനെ കുറിച്ചിട്ടാണ് ഡെഫേർഡ് ടാക്സിൽ പറയുന്നത്. സോ ഡെഫേർഡ് ടാക്സ് മീൻസ് ദ ടാക്സ് എഫക്ട് ഓഫ് ടൈമിംഗ് ഡിഫറൻസ്. ഈ രണ്ട് കേസിലും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് ടാക്സ് എഫക്റ്റ് ആണ് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ് എവിടെ പറയുന്നത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 22 ഡെഫേർഡ് ടാക്സിൽ പറയുന്നത്. സോ ഇതാണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് കോർ പാർട്ട് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അക്കൗണ്ട് ഡെഫേർഡ് ടാക്സ് മീൻസ് ദ ടാക്സ് എഫക്ട് ഓൺ ടൈമിംഗ് ഡിഫറൻസ്. ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിംഗ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം. അക്കൗണ്ടിംഗ് ഇൻകത്തിൽ നമ്മൾ അക്കൗണ്ടിംഗ് റിലേറ്റഡ് ഉള്ള ഐറ്റംസ് മാത്രമേ എടുക്കൂ, അതിൽ ടാക്സ് ഐറ്റം വരത്തില്ല. ടാക്സബിൾ ഇൻകത്തിൽ ടാക്സ് ലോയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നത്. സോ അതിന്റെ ഡിഫറൻസിൽ ഉണ്ടാകുന്ന ഐറ്റംസിന്റെ ടാക്സ് എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അതിന്റെ പ്രൊവിഷൻ ആണ് എവിടെ പറയുന്നത്? ഡെഫേർഡ് ടാക്സ്.
സോ ഇത്രയും നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ ഇതിനെ കുറിച്ച് നെക്സ്റ്റ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. ദിസ് ഇസ് ആർഷ എസ് പി സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് സെഷൻ.